കുറഞ്ഞ സമയം കൂടുതൽ വാഹന വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഏകദേശം ഇന്നത്തെ വീഡിയോയിലൂടെ 22ഓളം വാഹനങ്ങൾ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ജനറൽ യൂസ് കാസിലാണ്. അപ്പോൾ ലാസ്റ്റ് മന്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാ വാഹനങ്ങളും തീർന്നിട്ടൊക്കെ ന്യൂ സ്റ്റോക്കാണ് വന്നിട്ടുള്ളത്. ചെറു കാറുകൾ മുതൽ ഹൈ ക്വാളിറ്റി ഇന്നോവ വരെയുള്ള നല്ല വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഫിനാൻസ് എക്സ്ചേഞ്ച് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ കൂരിയാട് മണ്ണിപ്പിലാക്കലിലാണ്. അതായത് കക്കാട് നിന്നും മലപ്പുറം റൂട്ടിലായിട്ട് സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എൻക്വയറീസിന് ഞാൻ ജനറൽ യൂസ് കാസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം. നിസാൻ ടെറാനോ 2014 മോഡലും 2015 രജിസ്ട്രേഷനുമാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്, ഡീസലാണ്. ഏകദേശം ഒരു 16 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിൻ്റെ പ്രതീക്ഷിക്കാം. ഒറിജിനൽ കേരളയാണ്. ആക്സിഡൻറ്റ്, ഫ്ലഡ്, റീപ്ലേസ് ഒന്നും തന്നെയില്ല. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിളായ നല്ലൊരു വാഹനമാണ്. 1,30,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 85 ആണ് ഇതിൻ്റെ എൻജിൻ ഓപ്ഷൻ വരുന്നത്. ഇതൊരു തേർഡ് ഓൺഷിപ്പോട് കൂടിയൊരു വാഹനമാണ്. 5 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ വരെ നമുക്കിതിന് ലോണും അവൈലബിൾ ആണ്. ഒരു 80% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. ഫുൾ കമ്പനി ഫിറ്റിങ്സ് ആണ്. ഏകദേശം ഒരു 80% ടയേഴ്സൊക്കെ ഉണ്ട്. കമ്പനി അലോയ്സ് തന്നെയാണ്. ഇൻറ്റീരിയർ AC, പവർ സ്റ്റിയറിങ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, റിയർ വൈപ്പർ, ടിൽറ്റ് സ്റ്റിയറിങ്ങിൽ വോളിയം കൺട്രോൾസ്, എയർ ബാഗ്, ABS. ഹുണ്ടായി ഗ്രാൻഡ് i10 പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 14 മുതൽ 17 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. 2014 ഈ വാഹനത്തിൻ്റെ മോഡൽ വരുന്നത്. സ്പോർട്സ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ. 98,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. മേജർ ആക്സിഡൻറ്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. അഡീഷണൽ ആയിട്ടൊരു വർക്ക് തന്നെ ചെയ്യിക്കാനുള്ള ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് വിശ്വസിച്ചെടുക്കാവുന്ന നല്ലൊരു വാഹനം. 3,50,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 2,75,000 രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. അതായത് ഒരു 75,000 ഇനീഷ്യൽ പേയ്മെൻറ്റിൽ നമുക്ക് ഈ വാഹനം ഇറക്കാം. കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ്. തേർഡ് ഓൺഷിപ്പാണ് വരുന്നത്. ഒരു 90% തന്നെ ടയേഴ്സൊക്കെയാണ്. ഇൻറ്റീരിയർ AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ടിൽറ്റ് സ്റ്റിയറിംഗ്. ഫോർഡ് ഇക്കോസ്പോർട്ട് ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 16 മുതൽ 18 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. 2014 ഈ വാഹനത്തിൻ്റെ മോഡൽ വരുന്നത്. ഇതൊരു സെക്കൻഡ് ഓൺഷിപ്പോട് കൂടിയ ഒരു വാഹനമാണ്. ഒറിജിനൽ കേരള ടൈറ്റാനിയം പ്ലസ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഫുൾ കമ്പനി ഫിറ്റിങ്സിൽ വരുന്ന ഒരു വാഹനമാണ്. അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് തന്നെ ചെയ്യിക്കാനുള്ള റണ്ണിങ് കണ്ടീഷനാണ്. 6 എയർ ബാഗൊക്കെ വരുന്നൊരു മോഡലാണ്. 5 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. 1 ലക്ഷം കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. മേജർ ആക്സിഡൻറ്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. നല്ല വെൽ മെയിൻ്റെനൻസ്ഡ് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ഒക്കെ ആയ നല്ലൊരു വാഹനമാണ്. ടയേഴ്സ് നോക്കിയാണ് ഒരു 90% തന്നെ ടയേഴ്സൊക്കെ ആയിട്ട് ഫുൾ കമ്പനി ഫിറ്റിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് നമുക്കൊന്നും തന്നെ പുറത്തുനിന്ന് ചെയ്യിക്കേണ്ടതായ യാതൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇൻറ്റീരിയർ നോക്കിയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സ്റ്റിയറിങ്ങിൽ വോളിയം കൺട്രോൾ, ഹാൻഡ് റെസ്റ്റ്, റൂഫ്, ഡാഷ് ടോപ്പൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. മാരുതി സുസുക്കി റിഡ്സ് ഡീസൽ വേരിയൻ്റ്. ഏകദേശം ഒരു 16-നും 19-നും ഇടയിൽ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം.
ഒറിജിനൽ കേരളയാണ്. 2009 ഈ വാഹനത്തിൻ്റെ മോഡൽ വരുന്നത്. VDI ആണ്, മിഡിൽ ഓപ്ഷനാണ്. ഹിസ്റ്ററിയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആക്സിഡൻറ്റ്, ഫ്ലഡ്, റീപ്ലേസ് ഒന്നും തന്നെ ഇല്ല. നല്ല കണ്ടീഷൻ വാഹനം. ഒറിജിനൽ കേരളയാണ്. 2009 VDI. 1,30,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. മേജർ ആക്സിഡൻറ്റ്, റീപ്ലേസ് ഒന്നും തന്നെ ഇല്ല. മേജർ സർവീസും കഴിഞ്ഞതാണ്. അപ്പോൾ അഡീഷണൽ ഒരു വർക്കും തന്നെ ചെയ്യാനില്ല. റണ്ണിങ് കണ്ടീഷനാണ്. ഒരു 80% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. 1,90,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം. ഹുണ്ടായ് ക്രെറ്റ ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 16 വരെ km/ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. ഒറിജിനൽ കേരളയാണ്. മേജർ ആക്സിഡൻറ്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിളായ ഗ്യാരണ്ടിയോടുകൂടി വിശ്വസിച്ചെടുക്കാവുന്ന ഒരു വാഹനമാണ്. 2015 ഏറ്റവും ഫുൾ ഓപ്ഷൻ XX ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരെയുള്ളൊരു മോഡലാണ്. ഒരു സ്ക്രാച്ച് പോലും ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീനായ എക്സ്റ്റീരിയറുള്ള നല്ലൊരു വാഹനം. 3rd ഓൺഷിപ്പാണ് ഈ വാഹനം വരുന്നത്. 82,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 8,75,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 7 ലക്ഷം രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. കമ്പനി അലോയ്സാണ്. ഒരു 80% ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ABS, എയർ ബാഗ്, സ്റ്റിയറിംഗിൽ തന്നെ വോളിയം കൺട്രോൾ, കോൾ കൺട്രോൾ, ഹാൻഡ് റെസ്റ്റ്, ഹെഡ് റെസ്റ്റ്, പാർസൽ ഡ്രൈവ്. ഹുണ്ടായ് എലൈറ്റ് i20 2020 മോഡൽ പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 17 വരെ km/ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. സിംഗിൾ ഓൺഷിപ്പോട് കൂടിയ നല്ലൊരു വാഹനമാണ്. 2020 മോഡൽ സിംഗിൾ ഓൺഷിപ്പ്. മാഗ്നയാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷനാണ്. വെറും 14,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ആകെ റൺ ചെയ്തിട്ടുള്ളത്. പക്ക കണ്ടീഷനോടുകൂടി, ഗ്യാരണ്ടിയോടുകൂടി വിശ്വസിച്ചെടുക്കാവുന്ന, ആക്സിഡൻറ്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നുമില്ലാത്ത മോഡൽ കൂടിയ നല്ലൊരു വാഹനം. 6,75,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 5.5 ലക്ഷം രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ മോഡൽ കൂടിയ നല്ലൊരു വാഹനം. ഒരു 90% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ, കോൾ കൺട്രോൾ, ഹാൻഡ് റെസ്റ്റ്. രണ്ടായിരത്തി 14 മോഡൽ ഹുണ്ടായ് ഇയോണ് പെട്രോൾ വേരിയൻ്റ്. ഏകദേശം ഒരു 16-നും 18-നും ഇടയിൽ km/ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. ഇതൊരു സെക്കൻഡ് ഓൺഷിപ്പോട് കൂടിയൊരു വാഹനമാണ്. 80,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. മാഗ്ന പ്ലസ് ഇയോണിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഹിസ്റ്ററിയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് സ്ക്രാച്ച് പോലും ഇല്ല. പക്ക കണ്ടീഷൻ വാഹനം. ആക്സിഡൻറ്റ്, ഫ്ലഡ്, റീപ്ലേസ് ഒന്നും തന്നെ ഇല്ല. 2,15,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. ഒരു 70% ടയേഴ്സൊക്കെ ഉണ്ട്. നല്ല സീറ്റ് കവേഴ്സ്, ഫ്രണ്ട് 2 പവർ വിൻഡോ, കമ്പനി മ്യൂസിക് സിസ്റ്റം, ടിൽറ്റ് സ്റ്റിയറിംഗ്, റൂഫ്, ഡാഷ് ടോപ്പ് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. മാരുതി സുസുക്കി SX4 2012 രജിസ്ട്രേഷൻ ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 18 വരെ km/ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. ZDI ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. സെക്കൻഡ് ഓൺഷിപ്പ്. 2012 മോഡൽ. 1,20,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ആക്സിഡൻറ്റ്, ഫ്ലഡ്, റീപ്ലേസ് ഒന്നും തന്നെ ഇല്ല. നല്ല കണ്ടീഷൻ വാഹനം. മേജർ സർവീസ് കഴിഞ്ഞതാണ്. 2,75,000 രൂപയാണ് ഈ വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. ഫുൾ കമ്പനി ഫിറ്റിങ്സിൽ വരുന്ന ഫുൾ ഓപ്ഷൻ ZDI വാഹനം. സീറ്റ് കവേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. കമ്പനി സീറ്റ് കവേഴ്സാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ, കോൾ കൺട്രോൾ, ABS, എയർ ബാഗ്. രണ്ടായിരത്തി 18 മോഡൽ ഇയോണ് ഇറ പ്ലസ്
പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 18 വരെ കിലോമീറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. സിംഗിൾ ഓൺഷിപ്പോട് കൂടിയ കുറഞ്ഞ റണ്ണിങ് കിലോമീറ്ററുള്ള നല്ലൊരു ആണ്. വെറും 20,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ആകെ റൺ ചെയ്തിട്ടുള്ളത്. മോഡൽ കൂടിയ കുറഞ്ഞ റണ്ണിങ് കിലോമീറ്ററുള്ള സിംഗിൾ ഓൺഷിപ്പോട് കൂടിയ നല്ലൊരു വാഹനം. ഒരു സ്ക്രാച്ച് പോലുമില്ല. എക്സ്റ്റീരിയറൊക്കെ അത്രയും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ഷോറൂം കണ്ടീഷൻ എന്ന് പറയാവുന്ന, വിശ്വസിച്ചെടുക്കാവുന്ന ഗ്യാരണ്ടിയോട് കൂടിയ നല്ലൊരു വാഹനം. 2,95,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിൾ ആണ്. ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. വെറും 45,000 രൂപ ഇനീഷ്യൽ പേയ്മെൻറ്റിൽ നമുക്ക് ഈ വാഹനം ഇറക്കാം. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, LCD മ്യൂസിക് സിസ്റ്റം, റൂഫ്, ഡാഷ് ടോപ്പ് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ. ടയോട്ട ഇന്നോവ ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 10 മുതൽ 12 വരെ കിലോമീറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. ഒറിജിനൽ കേരളയാണ്. G4 ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇതൊരു സെക്കൻഡ് ഓൺഷിപ്പോട് കൂടിയ ഒരു വാഹനമാണ്. എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ന്യൂ പേപ്പേഴ്സാണ്. അഡീഷണൽ ആയിട്ടൊരു വർക്കും തന്നെ ചെയ്യിക്കാനില്ല. 2 ലക്ഷം കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 3,75,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. ഇപ്പോൾ ഒറിജിനൽ കേരള സെക്കൻഡ് ഓൺഷിപ്പോട് കൂടിയ ഒരു വാഹനം. പേപ്പേഴ്സൊക്കെ ന്യൂ പേപ്പേഴ്സാണ്. ഒരു 80% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ഹാൻഡ് റെസ്റ്റ്. മാരുതി സുസുക്കി A-സ്റ്റാർ പെട്രോൾ വേരിയൻറ്റ്. ഏകദേശം ഒരു 15-നും 17-നും ഇടയിൽ കിലോമീറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. ZXi ഏറ്റവും ഫുൾ ഓപ്ഷൻ, ഫുൾ കമ്പനി ഫിറ്റിങ്സിൽ വരുന്ന ഒരു വാഹനമാണ്. 2009 ഈ വാഹനത്തിൻ്റെ മോഡൽ വരുന്നത്. 1 ലക്ഷം കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. മേജർ ആക്സിഡൻറ്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും നല്ല നീറ്റ് ആൻഡ് ക്ലീനായ നല്ലൊരു വാഹനം. ഒറിജിനൽ കേരള. ഇതൊരു സെക്കൻഡ് ഓൺഷിപ്പോട് കൂടിയ ഒരു വാഹനമാണ്. 1,50,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിൾ ആണ്. ഏകദേശം ഒരു 75,000 രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. മഹീന്ദ്ര സ്കോർപിയോ ഡീസൽ വേരിയൻ്റ്. ഏകദേശം ഒരു 8 മുതൽ 11 വരെ കിലോമീറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. ഡീസൽ വേരിയൻ്റ് ആണ്. 2009 മോഡൽ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. വോയിസ് മെയിലൊക്കെ വരുന്ന ഒരു വാഹനമാണ്. 1,20,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. മേജർ ആക്സിഡൻറ്റ്, റീപ്ലേസ്, ഫ്ലഡും ഒന്നും തന്നെ ഇല്ല. എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 3,35,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. ഏകദേശം ഒരു 70% ടയേഴ്സൊക്കെ ഉണ്ട്. ആക്സിഡൻറ്റ്, ഫ്ലഡ്, റീപ്ലേസ് ഒന്നും തന്നെ ഇല്ല. 2009 ഫുൾ ഓപ്ഷൻ വോയിസ് മെയിൽ വരുന്ന ഒരു വാഹനം. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, കമ്പനി അലോയ്സ് ആണ്. മാരുതി സുസുക്കി സെലേറിയോ ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 23 വരെ കിലോമീറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. അതായത് നല്ല മൈലേജുള്ള ഡീസൽ വേരിയൻ്റ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ സെലേറിയോ. 2016 ഈ വാഹനത്തിൻ്റെ മോഡൽ വരുന്നത്. ഒറിജിനൽ കേരളയാണ്. 1 ലക്ഷം കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള. മേജർ സർവീസൊക്കെ കഴിഞ്ഞതാണ്. മേജറായ ആക്സിഡൻറ്റ്, റീപ്ലേസ്, ഫ്ലഡും തന്നെ ഇല്ല. സിംഗിൾ ഓൺഷിപ്പാണ് ഈ വാഹനം വരുന്നത്. ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിൾ ആണ്. ഏകദേശം ഒരു 2,75,000 രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. അതായത് ഒരു 75,000 ഇനീഷ്യൽ പേയ്മെൻറ്റ് നമുക്ക് ഈ വാഹനം ഇറക്കാം. ഒരു 80 മുതൽ 90% വരെ ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം.
മഹീന്ദ്ര താറ് മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ താറ് എന്ന പ്രത്യേകത കൂടി ഈ വാഹനത്തിനുണ്ട്. 2010 മോഡലും 11 രജിസ്ട്രേഷനുമാണ്. സിംഗിൾ ഓൺഷിപ്പാണ്. 90,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. CRDI എഞ്ചിനാണ് വരുന്നത്. അതായത് സിംഗിൾ ഓൺഷിപ്പോട് കൂടിയ 90,000 കിലോമീറ്റർ ഇറങ്ങിയ മലപ്പുറം ജില്ലയിലെ ഫസ്റ്റ് താറ് CRDI എഞ്ചിനാണ്. 6,25,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ് വരുന്നത്. ഏകദേശം ഒരു 3 ലക്ഷം രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. അഡീഷണലായിട്ട് അലോയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 80 to 90% തന്നെ ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC പവർ സ്റ്റിയറിംഗ്. ടയോട്ട ഇന്നോവ ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 10 മുതൽ 12 വരെ കിലോമീറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. G4 ആണ് ഓപ്ഷൻ വരുന്നത്. ഒറിജിനൽ കേരള, സെക്കൻഡ് ഓൺഷിപ്പ്. 2 ലക്ഷം കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ടയോട്ടയെ സംബന്ധിച്ച് 5 ലക്ഷം രൂപ വരെ 5 ലക്ഷം കിലോമീറ്റർ വരെ എൻജിൻ വാറണ്ടി നൽകുന്ന ഒരു വാഹനമാണ്. 2 ലക്ഷം കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 2009 മോഡൽ, ഒറിജിനൽ കേരള, സെക്കൻഡ് ഓൺഷിപ്പ്. 4,60,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിൾ ആണ്. ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. അഡീഷണലായിട്ട് അലോയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു 60% ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. ടയോട്ട കോളീസ് ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 10 മുതൽ 12 വരെ കിലോമീറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കും. ഇതൊരു 7 സീറ്ററാണ്. 2002 ഈ വാഹനത്തിൻ്റെ മോഡൽ വരുന്നത്. ഫുൾ ന്യൂ പേർപ്പേഴ്സ് ആണ്. അഡീഷണൽ ഒരു വർക്കും തന്നെ ചെയ്യിക്കാനില്ല. റണ്ണിങ് കണ്ടീഷനാണ്. 2 ലക്ഷം കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. 2.5 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 60 to 70% ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ. ടയോട്ട എത്തിയോസ് ലീവ 2014 മോഡലും 15 രജിസ്ട്രേഷനുമാണ്. ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 20 വരെ കിലോമീറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. GD ആണ് ഓപ്ഷൻ വരുന്നത്. ഇതൊരു സെക്കൻഡ് ഓൺഷിപ്പോട് കൂടിയൊരു വാഹനമാണ്. ഇതൊരു കർണാടക രജിസ്റ്റേർഡ് വാഹനമാണ്. ഒറിജിനൽ കേരളയാണ്. 1,40,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. മേജർ ആക്സിഡൻറ്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. 3,90,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. ഒരു 70 to 80% ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. ടയോട്ട എത്തിയോസ് സെഡാന് 2014 ഡീസൽ വേരിയൻ്റ്. ഏകദേശം ഒരു 18 മുതൽ 20 വരെ കിലോമീറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. GD ആണ് ഓപ്ഷൻ വരുന്നത്. ഇതൊരു സെക്കൻഡ് ഓൺഷിപ്പോട് കൂടിയ ഒരു വാഹനമാണ്. 1,17,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. മേജർ ആക്സിഡൻറ്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. ഇതൊരു രജിസ്റ്റേർഡ് വാഹനമാണ്. 3,90,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിൾ ആണ്. ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. ഒരു 60 to 70% ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം.
മാരുതി സുസുക്കി വാഗ്നർ പെട്രോൾ വേരിയൻ്റ് ഏകദേശം ഒരു 15 മുതൽ 17 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. VXi വാഗ്നറിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഫുൾ കമ്പനി ഫിറ്റിങ്സിൽ വരുന്ന ഒരു വാഹനം. 2013 രജിസ്ട്രേഷൻ, ഒറിജിനൽ കേരള, സെക്കൻഡ് ഓൺഷിപ്പ്. മേജറായ ആക്സിഡൻറ്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. എക്സ്ട്രാ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വെറും 62,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. 3,35,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിൾ ആണ്. ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസും അവൈലബിൾ ആണ്. ഒരു 70% ടയേഴ്സ് ഒക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, റിയർ വൈപ്പർ. മാരുതി സുസുക്കി XS4 ഡീസൽ വേരിയൻ്റ് ഏകദേശം ഒരു 16 മുതൽ 18 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. ZDയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഒറിജിനൽ കേരള, 2011 സെക്കൻഡ് ഓൺഷിപ്പോട് കൂടിയ ഒരു വാഹനം. 1,20,000 കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളൂ. മേജർ ആക്സിഡൻറ്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നും തന്നെ ഇല്ല. മേജർ സർവീസും കഴിഞ്ഞതാണ്. എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 2,60,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിൾ ആണ്. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ വരെ നമുക്കിതിന് ഫിനാൻസും അവൈലബിൾ ആണ്. ഏകദേശം ഒരു 70% ടയേഴ്സൊക്കെ ഉണ്ട്. കമ്പനി അലോയ്സ് തന്നെയാണ്. 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ഡ്രൈവർ സൈഡ് സീറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ABS, എയർ ബാഗ്.